വളർന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട്. BSc സൈക്കോളജി സ്റ്റുഡൻ്റായ ആൽവിൻ ജോൺ പ്രകാശ്. ആൽവിനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വ്യക്തിത്വ രൂപീകരണത്തെക്കുറിച്ചും വ്യക്തിത്വ രൂപീകരണം അല്ലെങ്കിൽ ഒരു ബാഹ്യമായ അതിൻ്റെ അവസ്ഥയെക്കുറിച്ചും ന്യൂജൻ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ബാഹ്യമായ അവസ്ഥകൾ, വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ ഒരു വ്യത്യസ്തത, ഇതിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്തത്. ഈ എപ്പിസോഡിൽ നമുക്കിതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. നമുക്കതിനെക്കുറിച്ചാവാല്ലേ ചർച്ച? ഓക്കെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് വന്നൊരു കാര്യമുണ്ട്, ഒരു ന്യൂജൻ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ന്യൂജൻ കാണുന്ന കാഴ്ചപ്പാട്, അവരുടെ ബാഹ്യരൂപത്തിൽ അവരുടെ ഇഷ്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ആ ഒരു വ്യത്യസ്തതയെ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എൽഡേഴ്സ് സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ സാധാരണ പറയാറുണ്ട്, ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ മുടി വളർത്താം, അല്ലെങ്കിൽ ഡ്രസ്സിങ്, അല്ലെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ ഇതൊക്കെ അറ്റ്ലീസ്റ്റ് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ടെങ്കിലും പഠിക്കണമെന്ന് പറയും. കാരണം നമ്മുടെ ക്ലിനിക്കിൽ അഡോളസൻസിനെ കൂടുതലായിട്ടും കൊണ്ടുവരുന്ന വലിയ ഇഷ്യൂ പഠനത്തിൻ്റെയാണ്. അതായത് അക്കാഡമിക്കലി അവർ പഠിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അതൊരു വശം. രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഇവൻ വൃത്തിയായിട്ട് നടക്കില്ല, ഈ മുടിയും വളർത്തി നടക്കുവാണ്, മുടി വെട്ടിക്കത്തില്ല, അവനേക്കാൾ വലിയ ഡ്രസ്സും ഇട്ടുകൊണ്ട് നടക്കുന്നു, അതുപോലെ തന്നെ അവനേക്കാൾ വലിയൊരു ചെരുപ്പെടുത്ത് ഇട്ടേക്കുന്നു. പെൺകുട്ടികളുടെ ആണെങ്കിലും ആൺകുട്ടികളുടെ ആണെങ്കിലും അവർക്കൊരു സെപ്പറേഷൻ ഇല്ല, ഇങ്ങനെ തോളും പിടിച്ച് ഇങ്ങനെ നടക്കുന്നു. ഇവന് എന്താണെന്ന് അറിയത്തില്ല, എന്തൊക്കെയോ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു, ഇടയ്ക്കിരുന്നൊക്കെ ഇങ്ങനെ കിളിപോയ പോലെ ആലോചിക്കുന്നുണ്ട്, ഇനി വല്ല കഞ്ചാവ് ആണോ എന്ന് അറിയത്തില്ല. ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പം നേരത്തെ ആൽവിൻ പറഞ്ഞ പോലെ, ഓരോ കുഞ്ഞിലും അതിൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, അവന് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു തലങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിൻ്റെ ആ ഇഷ്ടങ്ങളും ഞാൻ ഇഷ്ടം ചെയ്യും എന്നുള്ള ഒരു പുറപ്പാടുമാണ് ഇവരുടെ അഡോളസൻ്റ് ഏജ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 12 വയസ്സ് മുതൽ മേളിലേക്ക് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10, 14, 15 വയസ്സൊക്കെ ആകുമ്പോൾ ഇതേപോലെ ട്വിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഈ ഒരു അഡോളസൻ്റ് ഏജിൽ ആയിരിക്കുന്നവരോട് പറയാനുള്ളത്, ശരിയാണ്, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു കാലഘട്ടമാണ്. ഇപ്പം ഞാൻ എങ്ങനെ ഇരിക്കും, മുടി വളർത്തിയാൽ ഞാൻ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഷർട്ട് ഇട്ടാൽ ഞാൻ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്ന് നടന്നാൽ എങ്ങനെയായിരിക്കും. സോ അത് അവൻ്റെ കണ്ടുപിടുത്തമാണ്, അല്ലെങ്കിൽ അവനെ തന്നെ എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവനെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറയുന്നത് പോലെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചില അരുതുകളുടെ വേലിയറമ്പത്തുകൂടി ഇവൻ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയും, നോ ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഐഡൻറ്റിറ്റി ക്രൈസിസിലേക്കും അവരെ നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിലേക്ക് നയിക്കുന്ന ഒരു സംഭവത്തിലാണ് നമ്മളുടെ ഈ അരുതുകളും വിലക്കുകളും വളരെ ബലമായി കഴിയുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. സിസ്റ്റർ പറഞ്ഞതുപോലെ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസിൽ നിന്ന് തന്നെയാണ് ഈ പേരൻസും ഈ യൂത്തും അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് അനുഭവിച്ചിരിക്കുന്ന ഒരു കുട്ടി അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ്റെ പിയർ സർക്കിളിൽ ചെയ്യുമ്പോൾ അവനത് അവിടെ അക്സെപ്റ്റബിൾ ആവുന്നുണ്ട്. അവൻ്റെ പേരൻസ് അവനോട് നോ പറയുന്ന പോലെ അവൻ്റെ ഫ്രണ്ട് സർക്കിളിൽ അവനോട് നോ പറയുന്നില്ല. ചിലപ്പോൾ അവിടെ അപ്രിഷ്യേറ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കൂടുതലും കുട്ടിക്ക് അവനെ പോസിറ്റീവായിട്ട് എൻവിറോൺമെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നൊരു സർക്കിളിലായിരിക്കും അവന് കൂടുതൽ ജീവിക്കാൻ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പിയർ സർക്കിളുടെ ഗ്രൂപ്പും പേരൻസിൻ്റെ ജഡ്ജ്മെൻറ്റും രണ്ടും കൂടി ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈഫ് ടൈം മുഴുവനും. പക്ഷെ ഇത് പറയുമ്പോൾ ആൽവിൻ, അതായത് നമുക്കിപ്പോൾ പിയർ സർക്കിളിലെ ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞല്ലോ, കുട്ടി വളർന്നു വരുന്നൊരു വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് അവൻ. അപ്പോൾ അവൻ തീരുമാനിക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയാവണമെന്നുണ്ടോ? അപ്പം അങ്ങനെ വരുമ്പോൾ അവൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കാൻ സാധിക്കുക? കാരണം മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ അവനൊരു ശരിയായൊരു പാതയിലൂടെ നമ്മൾ വിടണ്ടേ, അല്ലെങ്കിൽ അവൻ്റെതാണ് എല്ലാം ശരിയെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. മാതാപിതാക്കളുടെ ശരിയും മാതാപിതാക്കളുടെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്
ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിരിക്കുന്ന കോളനൈസേഷനിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഡിസിപ്ലിൻ അടുക്കിച്ചിട്ടയാണ്. അതായത് ഷർട്ട് അയൺഡ് ആയിരിക്കണം, നമ്മൾ ഫിറ്റ് ആയിരിക്കണം, നമ്മളുടെ അതേ ടൈലർ ഫിറ്റ് ഷർട്ട് ഇടണം, ഫുൾ പാൻ്റ് ആയിരിക്കണം, ബോയ്സ് ബോയ് കട്ട് ആയിരിക്കണം. ഇതൊക്കെ ബ്രിട്ടീഷുകാർ അവർ വന്ന സമയത്ത് കോളനൈസ് ചെയ്ത് ഇതൊക്കെയാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നീറ്റ്നെസ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിളിൽ ഇങ്ങനെ ഇരിക്കാവൂ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു നോമാക്കി മാറ്റി പേരൻസിൻ്റെ ജനറേഷനിൽ അവർക്ക് അപ്രീസിയേഷൻ കിട്ടിയ കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട കുടുംബങ്ങൾ നോക്കിക്കഴിയുമ്പോൾ റിച്ച് ആയിട്ടുള്ള ഫാമിലീസ് നമ്മൾ നോക്കിക്കഴിയുമ്പം റിച്ച് ആയിട്ടുള്ള ഫാമിലീസ് ഭയങ്കര അടുക്ക ചിട്ടിയും റിച്ച് അല്ലാത്ത ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കുകയും ചെയ്യുമ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്നത് കൊണ്ട് സാധാരണക്കാരും അവരെ പോലെ ആവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ സൊസൈറ്റിയിൽ ഇതാണ് റെസ്പെക്റ്റബിൾ എന്നുള്ളൊരു രീതിയിൽ പേരൻസിന് മനസ്സിലുള്ളത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, നമ്മൾ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുമ്പോഴാണ് അത് ശരിയെന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ പേരൻസിൻ്റെ ശരിയും തെറ്റിലും കുറേ ബയാസ് ഉണ്ട്. അതേ സമയത്ത് ഒരു കുട്ടി ഇന്ന് ജീവിക്കുന്നത് ഈ ഒരു എറയിലല്ല, അവൻ ഗ്ലോബൽ വേൾഡിനാണുള്ളത്. അവൻ്റെ മുന്നിൽ അവൻ്റെ പേരൻസ് അവരുടെ ഗ്രാൻഡ് പേരൻസ് തന്ന ലോകത്തേക്കാൾ കൂടുതൽ ഒരു ഗ്ലോബൽ ലെവലിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന സോഴ്സസ് ഉണ്ട്. അപ്പോൾ അവന് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്, ഏത് ചൂസ് ചെയ്യാം, എങ്ങനെ ഇരിക്കാം, എങ്ങനെ വസ്ത്രം ധരിക്കാം. അപ്പോൾ ഓരോ തവണയും അവൻ എക്സ്പ്ലോർ ചെയ്യുന്നതിനനുസരിച്ച് അവൻ്റെ ഫ്രണ്ട് സർക്കിളിൽ അവന് കിട്ടുന്ന അക്സെപ്റ്റൻസ് അവനത് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രം പേരൻസിൻ്റെ ഒരു എറയിലെ ഒരു സ്റ്റാൻഡേർഡായിട്ട് സാധനം അല്ലാന്ന് വെച്ചിരിക്കും എന്ന് വിചാരിച്ചാൽ കുട്ടിയുടെ മോശമാണെന്ന് ധരിക്കുന്നത് തെറ്റാണ്. കാരണം കുട്ടിക്ക് അത് കംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ അവിടെ പ്രശ്നമില്ലല്ലോ. ഇത് വേറൊരു കാര്യം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, തീർച്ചയായിട്ടും ആൽവിൻ പറഞ്ഞത് വാലിഡ് പോയിന്റ്സ് ആണ്. കാരണം ഇവരുടെ ഒരു പ്രായത്തിലുള്ള ആൾക്കാരുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനും ജനറൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുമാണ് ഇപ്പോൾ ആൽവിൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒരിക്കലും സ്വന്തം മക്കള് ഒരു ഗോൾ ലക്ഷ്യമില്ലാതെ പോകണമെന്നോ അല്ലെങ്കിൽ നാളൊരു കാലത്ത് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനൊരു വകയില്ലാതെ പോകണമെന്നോ ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇവിടെ ഇതുപോലെ നമ്മുടെ ഇൻട്രസ്റ്റുകളും നമ്മുടെ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുമ്പോഴും അത് ഫലപ്രദമായ രീതിയിലാണോ എന്നുള്ളത് നമ്മൾ മാതാപിതാക്കളുടെ ഒരു ഒപ്പീനിയനിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം മുടി വളർത്തുന്ന കാര്യം തന്നെ, ഓക്കെ, നമ്മുടെ ഹെയർ സ്റ്റൈൽ നമ്മൾ ഇതേപോലെ വളർത്തുന്നു, ഞാൻ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നോക്കണം. ഓക്കെ, അത് അയാളുടെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കാം, അത് അയാൾ എക്സ്പ്ലോർ ചെയ്യുകയായിരിക്കാം. അപ്പോൾ അവിടെ മാതാപിതാക്കൾ മുടി വെട്ടിക്കളയെന്ന് പറയുമ്പോൾ അതിനർത്ഥം അവർക്കത് കണ്ടപ്പോൾ എന്തോ നീരസം തോന്നിയെന്നുള്ളതാണ്. അവിടെ ആ കുട്ടിയുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ക്ലെനിനെസ്, ഈ ക്ലെനിനെസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ബാഹ്യമായ മോഡിയിൽ മാത്രം പോരാ. ഇപ്പം ഉള്ളിലേക്ക് കഴിക്കുന്ന ആഹാരത്തിൽ ആരോഗ്യപരമായിട്ടുള്ള, അതായത് രോഗമില്ലാത്തൊരു വ്യക്തിയായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവൻ ജീവിക്കേണ്ടത്. കാരണം അവൻ കുടുംബത്തിൻ്റെ മാത്രമല്ല, സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ അവൻ അങ്ങനെ ആരോഗ്യപരമായിട്ടിരിക്കണമെങ്കിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പോലെ തന്നെ എന്നെ കാത്തുപരിപാലിക്കാനുള്ളൊരു ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ടെന്ന് അഡോളസൻ്റ് മനസ്സിലാക്കണം. അപ്പോൾ അവിടെയാണ് ക്ലെനിനെസ്, ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ടോക്സിക് കാര്യങ്ങളെ അകറ്റി നിർത്താനുള്ള ഒരു അറ്റ്മോസ്ഫിയറും ആറ്റിറ്റ്യൂഡും വളർത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഒരു വളർത്തലായിരിക്കണം മാതാപിതാക്കൾ തരുന്ന ഇതുപോലെയുള്ള ഉപദേശങ്ങളിലൂടെയും ശാസനങ്ങളിലൂടെയും ശിക്ഷണങ്ങളിലൂടെയും ഇന്നത്തെ തലമുറ സ്വീകരിക്കേണ്ടത്. ഓക്കെ, അവർ എക്സ്പ്ലോർ ചെയ്തോട്ടെ, പക്ഷേ എക്സ്പ്ലോർ ചെയ്യുന്നത് വളർച്ചയിലേക്കായിരിക്കണം. ഇപ്പോൾ ഭക്ഷണം നല്ലത് കഴിക്കണം എന്ന് മാതാപിതാക്കൾ ശഠിക്കുമ്പോൾ മക്കൾ ഇതെന്താണെന്ന് നോക്കാം, അതെന്താണെന്ന് നോക്കാം എന്നുള്ള പല ക്യൂരിയോസിറ്റിയിലുമാണ് പലപ്പോഴും നമ്മൾ പറയുന്ന ഈ സബ്സ്റ്റൻസിലേക്കൊക്കെ ചെന്ന് ചാടുന്നത്, അല്ലേ? അപ്പോൾ അവിടെ അവർ മനസ്സിലാക്കേണ്ടത് അത് വളരെ ഉപരിപ്ലവമായിട്ടൊരു സന്തോഷമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ആഴത്തിലേക്ക് പോകുന്നൊരു സന്തോഷം കൊടുക്കാനാണ് മാതാപിതാക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. എടാ, നീ അങ്ങനെ പോകുന്നുണ്ടോ, നീ ആ കൂട്ടുകെട്ട് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ പോയ പോലെ ഇരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പം ശരിയാണ്, 2 പ്ലാറ്റ്ഫോമുകളിൽ ജീവിക്കുന്ന, 2 ഇറയിൽ ജീവിക്കുന്ന, കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജനറേഷൻസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറയും ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയും.
ഞാനതിനെ പറയുന്നത് ജനറേഷൻ ഗ്യാപ്പ് എന്നതിനേക്കാൾ ജനറേഷൻ ബ്രിഡ്ജ് എന്നുള്ളതാണ്. അതായത് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പോകാനുള്ള ഒരു ബ്രിഡ്ജാണ് നമ്മൾ രൂപീകരിക്കേണ്ടത്, ഗ്യാപ്പ് അല്ല. ഗുഡ്നസ് ടിവിയുടെ വളർച്ചയിൽ കൈകോർത്ത എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും നന്ദിയോടെ സ്മരിച്ച് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഉദ്യമം ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് HTBയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. ഇത് അത്ര വലിയ ഇഷ്യൂവിലേക്ക് പോവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇവിടെ പേരൻസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി ഏത് ലോകത്താണോ ഉള്ളത്, ഇല്ലെങ്കിൽ അവൻ്റെ പിയർ സർക്കിളിലുള്ള ട്രെൻഡ്സ്, അവൻ്റെ പിയർ സർക്കിളിലുള്ള അവന് കിട്ടുന്ന അപ്രിസിയേഷൻസ്, അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പേരൻസ് ആദ്യം ഒന്ന് ശ്രമിക്കണം. ഇപ്പോൾ ഒരു കൊച്ചു വീഡിയോ കാണുവാണ്, ഫോണിൽ വീഡിയോ കാണുവാണ്, അപ്പോൾ പേരൻസ് കൂടെ ഇരിക്കണം. ചിലപ്പോൾ പേരൻസിന് തീരെ സഹിക്കാൻ പറ്റാത്ത കാർട്ടൂണും തമാശകളും ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും പേരൻസ്, ഞാൻ നിൻ്റെ കൂട്ടുകാരനല്ലേടാ, ഞാൻ നിൻ്റെ കൂടെ ഇരുന്ന് നിൻ്റെ കൂടെ കണ്ടോട്ടെ എന്നുള്ള രീതിക്ക് കൂടെ ഇരുന്ന് കാണുമ്പോൾ കുട്ടി എന്താണ് കാണുന്നതെന്ന് പേരൻസിനും അറിയാം, കുട്ടിക്ക് കിട്ടുന്ന എൻജോയ്മെൻറ്റും കിട്ടും. അപ്പോൾ അവിടെ ഒരു ബ്രിഡ്ജ് ഫോമായി കഴിഞ്ഞു. പിന്നെ കുട്ടി എത്തരം ട്രെൻഡ്സിലേക്കാണ് അവൻ്റെ ആകർഷണം പോകുന്നത്, അവന് എന്താണ് ഇഷ്ടം എന്നുള്ള കാര്യങ്ങളും കൂടി പേരൻസിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ വരുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളും ശരിയായിട്ടുള്ള കാര്യങ്ങളും പേരൻസിന് കൂടെ ഇരുന്ന് ഒരു സുഹൃത്തിനെ പോലെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കും. ഇപ്പോൾ വരുന്ന ഇഷ്യൂ തന്നെ ഇതാണ്. കുട്ടികൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ പേരൻസ് പറയും അവൻ അവിടെ ഇരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ കുട്ടിക്ക് ഒറ്റപ്പെടൽ അവിടെ അനുഭവിച്ചു കഴിഞ്ഞു. അവൻ ചെറുപ്പം മുതലേ വളർന്നു വരുന്നത് അവൻ്റെ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസും സോഴ്സസിൽ നിന്ന് അവന് ഡെവലപ്പ് ചെയ്യുന്ന അവൻ്റെ വിസ്റ്റമാണ്, ഇൻ്റർനെറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന വിസ്റ്റമാണ് അവൻ്റേത്. അപ്പോൾ പേരൻസ് കൂടെ നിന്ന് അത് ഇതാണോ ശരി, ഇതാണോ തെറ്റ്, നിൻ്റെ ഇതിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ്, നീ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം തന്നെയാണോ ശരി എന്ന് കൂടെ ഇരുന്ന് ചോദിക്കാൻ പേരൻസ് വരാതിരിക്കുമ്പോൾ ഈ കുട്ടികളുടെ പേഴ്സണാലിറ്റി, അവരുടെ സോഷ്യൽ വെൽബീയിങ് പോലും വല്ലാതെ എഫക്റ്റായി പോകുന്നുണ്ട്. ഇതേ സമയത്ത് പേരൻസ് കൂടെ ഇരുന്ന് ഇതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു പ്രൊഡക്റ്റ്, വളരെ നല്ലൊരു കുഞ്ഞായിട്ട് പേരൻസിന് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാലഘട്ടത്തിലെ മക്കളുടെ കുറേ ചിന്താഗതികളുണ്ട്. അപ്പോൾ ഈ മക്കളുടെ ഒരു ചിന്താഗതിയെ ഒരു ജനറൽ പ്ലാറ്റ്ഫോമിൽ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ടൊക്കെ സാധിക്കുമ്പോൾ നമുക്ക്, എനിക്ക് തോന്നുന്നു, ഈ ഒരു പാലം നല്ല രീതിയിൽ പണിയാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ പറയും കത്രിക നമുക്ക് പേപ്പർ വെട്ടാൻ അല്ലെ തുണി മുറിക്കാനൊക്കെ ഉപകരിക്കും, എന്ന് വെച്ചൊരു മരം മുറിക്കാനായിട്ട് പറ്റില്ല, അല്ലേ? ഇതുപോലെ തന്നെ വലിയ അർക്കവാള് വലിയ മരം മുറിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് വെച്ചൊരു പേപ്പർ കട്ട് ചെയ്യാനോ അല്ലെ ഒരു മുടി വെട്ടാനോ അല്ലെ ഏതെങ്കിലും ഒരു തുണിക്കഷ്ണം വെട്ടാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് ഏതുകൊണ്ട് ഉപകരിപ്പിക്കപ്പെടണമെന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ മക്കളുടെ ചിന്താഗതിയെയും അല്ലെ മാതാപിതാക്കളുടെ ചിന്താഗതിയെയും എല്ലാം മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേണം. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ എന്നുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ കുറച്ചും കൂടി ഒന്ന് അടുത്തത്തിലായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊരു എസെൻഷ്യൽ ഫാക്ടർ ആയിക്കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ മക്കൾ അകന്നു പോകുന്നതും മാതാപിതാക്കൾ റിജിഡ് ആകുന്നതും ഒക്കെ ആയിട്ടുള്ള വലിയ കോൺഫ്ലിക്റ്റുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഈ പറഞ്ഞു വന്ന ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടുന്നതുമായിട്ടുള്ള ചില പേഴ്സണാലിറ്റി ഡിസോർഡറുകളിൽ വലിയൊരു വില്ലൻ തന്നെയാണ് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഇവർ ഒരു സ്വയാനുരാഗികളാണ്. അതായത് സ്വയം സ്നേഹം, അവരവരെ അമിതമായിട്ട് സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല കൂടെയുള്ള ആൾക്കാർക്കാർക്കും വില കൽപ്പിക്കുന്നില്ല. അപ്പോൾ ശരിക്കും അതിൻ്റെ സൈക്കോളജിക്കൽ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എസ്റ്റീം അവർക്ക് തീരെയില്ല. അതായത് അവർക്ക് അവരിൽ തന്നെ വിശ്വാസം ഇല്ലായ്മയുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ കൂടുതലായിട്ട് അടിച്ചമർത്തപ്പെടുകയോ അല്ലെങ്കിൽ തിരസ്കൃതമാവുകയോ ചെയ്ത
കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴാണ് ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങളിലേക്ക് വരുന്നത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ സ്വയം സ്നേഹികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തെറ്റ് സംഭവിക്കും എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഐ ആം റൈറ്റ്, ഐ ആം ഓൾ റൈറ്റ്, എല്ലായ്പ്പോഴും ഞാൻ മാത്രമാണ് ശരി. ഇനി അതുപോലെ തന്നെ അവർക്ക് ഈ ഞാനെന്ന ഭാവം, അതിൽ മറ്റുള്ളവരുടെ മേൽക്കോയ്മയെ നിൽക്കുന്ന ഞാനെന്ന ഭാവം ഉണ്ടാവണം. അതായത് ഇയാളെ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരാളെ നിയന്ത്രിക്കേണ്ടത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അതിൻ്റെ അകത്ത് ശരി. പിന്നെ ഒരു അറ്റൻഷൻ സീക്കേഴ്സാണ് ഇവർ. എല്ലായിടത്തും ചെന്നിട്ട് അവരുടെ പ്രീതി എങ്ങനെ പിടിച്ചു പറ്റാം, അവരുടെ പ്രീതി പിടിച്ചു പറ്റുക അവരുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന കാര്യങ്ങൾക്കൊന്നും ജീവനില്ല, എനിക്ക് മാത്രമേ ജീവനുള്ളൂ. അപ്പം അതായത് അവരെടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ അവിടെ നിവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഇവർ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു തലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് മേൽക്കോയ്മ സ്ഥാപിക്കുകയല്ല, മറിച്ച് പതുക്കെ നമ്മൾ പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ആകർഷകമായിട്ടുള്ള വഴികളിലൂടെ വന്ന് ഒരാളെ സ്വാധീനിക്കുകയും അയാളെ വശത്താക്കുകയും അല്ലാതെ അയാളെ ഇല്ലാതാക്കുകയും ചെയ്യുക. അതാണ് ഒരു നാർസിസ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവരുടെ തെറ്റുകൾ ഒരിക്കലും ഇവരെ സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് അത്ര പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശമോ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനോ നടത്തിക്കാൻ അവർ അനുവദിക്കത്തില്ല. അപ്പോൾ ഇതുപോലെയുള്ള ചില പ്രത്യേകതകളാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ 2-3 ലക്ഷണങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് ഫോർമുലയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ കുറേ ഫോർമാലിറ്റികളുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കുമോ? പലപ്പോഴും നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തിത്വം വൈകല്യമുള്ള അവർക്ക് ഒരിക്കലും തനിക്ക് വ്യക്തിത്വ വൈകല്യമുണ്ട്, ഇതെൻ്റെ വ്യക്തിത്വത്തിൻ്റെ വൈകല്യമാണ്, പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇടപെടേണ്ട ഒരു തലമെന്ന് പറയുന്നത് ഇവരുടെ കൂടെ ജീവിക്കുന്നവരുടെ ഒരു അവസ്ഥയാണ്. അതായത് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാളോട് നമ്മളിപ്പോൾ സിസ്റ്റർ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് അവരോട് നമ്മൾ അയാൾ ഇങ്ങനെയാണെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും അവരത് അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ആ കൂടെ ഉള്ളവർ ഈ പറഞ്ഞ പോലെ അവിടേക്കാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ടേം ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നത് ഈ ഒരു ഗ്യാസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1940s ഇറങ്ങുന്ന ഒരു ഗ്യാസ് ലൈറ്റ് എന്ന് പറയുന്ന മൂവിയുടെ ഒരു കോണ്ടസ്റ്റിലാണ്. അപ്പം ആ മൂവിയുടെ കോണ്ടസ്റ്റിൽ എനിക്ക് തോന്നുന്നു അത് ആൽവിൻ അറിയാമെന്ന് തോന്നുന്നു അല്ലേ, അതിന്റെ നായകനും നായികയും തമ്മിലുള്ള ആൽവിൻ പറഞ്ഞോളൂ. 1938 ഉണ്ടായിരുന്ന ഒരു മൂവിയാണ് ഗ്യാസ് ലൈറ്റിംഗ്. അതിൽ ഹസ്ബൻഡ് മുറിയിലുള്ള ഗ്യാസ് ലൈറ്റർ ഡിമ്മാക്കി വെക്കും. ഡിമ്മാക്കി വെച്ചിട്ട് ഭാര്യനോട് പറയും ഇതിന് നല്ല പ്രകാശമുണ്ട്. അപ്പോൾ ഭാര്യ കോൺഫ്ലിക്റ്റ് ആവും, അല്ല ഇതിന് വെളിച്ചം കുറവാണല്ലോ. പക്ഷെ ഭർത്താവ് പറയും അല്ല ഇതിന് വെളിച്ചം നല്ലപോലെ ഉണ്ട്, നിനക്ക് തോന്നുക, നിനക്ക് വട്ടായോ എന്നുള്ള രീതിക്ക് പറയും. ഇതിങ്ങനെ തന്നെ ഒരു സൈക്കിള് പോലെ പല ദിവസങ്ങളോളം ഒരു ഫോൾസ് ആയിട്ടുള്ളൊരു കാര്യത്തെ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സെൽഫ് ഡൗട്ട് വന്നുകൊണ്ടിരിക്കും കൂടെയുള്ള ആൾക്ക്. അങ്ങനെയാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടേം പോപ്പുലർ ആയത്. അതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. ഇയാൾ പുറത്തു പോകുന്ന സമയങ്ങളിലെല്ലാം ഈ ഗ്യാസ് ലൈറ്റ് ഡിമ്മാക്കും. അപ്പം ഇയാൾ പുറത്തു പോകുന്നു, ഗ്യാസ് ലൈറ്റിൽ ഡിമ്മാകുന്നു, അപ്പോൾ അവിടെ ഇരുട്ട് വ്യാപിക്കുന്നു. അതായത് നായികയ്ക്കൊരു ആങ്സൈറ്റി വരികയാണ്, ഇവരിത് ചോദിക്കാനായിട്ട് വരുന്നു. അപ്പോൾ അതായത് ചോദിക്കാനായിട്ട് ചെല്ലുന്ന ഒരാളെ കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ട് എൻ്റെ ഒരു ചിന്താഗതിയെയും മനോഭാവത്തെയും അയാളിലേക്ക് അടിച്ചേൽപ്പിക്കുക. എന്തോ നിനക്കൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസങ്ങൾ ഇതേപോലെ നിനക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അയാളിൽ തന്നെ ഒരു സെൽഫ് ഡൗട്ട് വരും. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം ഞാൻ കൃത്യമായിട്ട് അത് കേട്ടിട്ട് ശരിയാണല്ലോ, അത് അങ്ങനെ പറഞ്ഞത് ശരിയായില്ലല്ലോ, അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇയാൾ എന്നോട് ചോദിക്കുവാണ് അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്, അപ്പം നീ അത് കേട്ടതിൻ്റെ അല്ലേ. അവരാരും കേട്ട് കാണത്തില്ല, അവർ കേട്ടിരുന്നെങ്കിൽ ചോദിച്ചേനെ, അവരെങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒരാളുടെ ചിന്താരീതിയുടെ മേളിലേക്കും അഭിരുചികളുടെ മേളിലേക്കും അയാളുടെ കഴിവുകളുടെ മേളിലേക്കും വേറൊരാളുടെ ആറ്റിറ്റ്യൂഡിനെ ആട്രിബ്യൂട്ട് ചെയ്യുവാണ് ഈ ഗ്യാസ് ലൈറ്റിങ്ങിലൂടെ സംഭവിക്കുക. പലപ്പോഴും
ഈ നാർസിസ്റ്റിക് വിക്ടിംസിൽ സംഭവിക്കുന്ന വലിയൊരു പ്രശ്നം ഇത് തന്നെയാണ്. ഇവരുടെ കൂടെ ജീവിച്ച് വരുമ്പോൾ നമ്മൾ പറയുന്ന പോലെ കഴിവുണ്ടായിരുന്നോ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിരുന്നോ എന്ന് പറയുന്ന ആൾക്കാർ പോലും ഇവരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞിട്ട് ഇവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ പറയുന്നവർ ഈ നമ്മൾ ഇങ്ങനെ എല്ലാത്തിനെയും പ്രസ് ചെയ്ത് ഒരാളെ ഇല്ലാണ്ടാക്കി എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ഇപ്പം ഈ കരിമ്പിൻ്റെ ചണ്ടി പോലെ എന്നൊക്കെ നമ്മൾ പറയും. അതായത് അയാളിലുള്ള നന്മകളൊന്നും പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ ആക്കിയെടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും ഇപ്പോൾ ഈ വിവാഹത്തിനൊക്കെ ശേഷം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയേക്കുന്ന കാര്യം, നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ അതിലുണ്ട് എങ്കിൽ മറ്റേയാളെ ഓൾമോസ്റ്റ് ഇയാൾ ഈ കരിമ്പിൻചണ്ടി ആക്കിയിരിക്കും. കാരണം അയാൾ ഒന്നും അല്ലാണ്ടാക്കിയിരിക്കും. ഇപ്പം നമ്മുടെ ഇടയ്ക്ക് വന്ന ഒരു കേസ് നമ്മൾ ഓർക്കുമ്പോഴത്തേക്കും പെൺകുട്ടിയുടെ അച്ഛൻ പറയാണ്, സിസ്റ്ററെ ഇവള് എന്ത് സ്മാർട്ടായിരുന്നെന്നറിയാവോ, സ്കൂളിലും കോളേജിലും എല്ലാം എല്ലാ കാര്യത്തിനും നല്ല സ്മാർട്ടാണ്, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നല്ല റിലേഷൻഷിപ്പായിരുന്നു, എല്ലാ കാര്യത്തിലും നല്ല സ്മാർട്ടായിട്ട് നടന്ന ഒരാളാണ് ഇപ്പോൾ ഈ ഒരു ഗതിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സൊസൈറ്റിയിൽ ഓർക്കേണ്ടതും നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നാർസിസ്റ്റിക്കിൻ്റെ ഈ ഒരു വിക്ടിം പ്രോബ്ലം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇനിയുള്ള എപ്പിസോഡുകളിൽ നമുക്കിതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമയത്തിൻ്റെ കുറവിൽ. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും ആൽവിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.